ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം മേഖലയിലെ സംഘർഷാവസ്ഥ അതിരൂക്ഷമാക്കി മാറ്റിയിരിക്കുന്നു. ഇറാനിലെത്തിയ ഹനിയ ബോംബ് സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലാണ് കൊലയ്ക്ക് പിന്നിലെന്ന ആരോപണവുമായി ഇറാനും ഹമാസും രംഗത്തു വന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടേയില്ല. ഹനിയയുടെ മരണത്തിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഗസ യുദ്ധം അതിതീവ്രമായി തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഹനിയയുടെ മരുമകളുടെ പ്രതികരണം വാർത്തകളിൽ നിറയുന്നു. بقلوب راضية بقضاء الله وقدره. النعيم رجل تضج الأرض والسماء بطيب ذكره، رجل غني عن التعريف. أنا يا عمي وحبيبي وأبي وتاج رأسي وقرة عيني، العم أبو العبد هنية، ليلتحق بركب المجاهدين والصادقين والميامين ليلتحق بركب أبنائي وبركب هدي. ഇസ്മയിൽ ഹനിയയുടെ മരണത്തിൽ അഭിമാനിക്കുന്നതായി മരുമകൾ ഇനാസ് ഹനിയ പറഞ്ഞു. ഭർത്താവിൻ്റെ പിതാവ് ഒരു മുജാഹിദായി ജനിച്ചു, രക്തസാക്ഷിയായി മരിക്കുമെന്നറിയാമായിരുന്നു. മരണത്തിൻ്റെ അനുശോചനമല്ല, ഹനിയയുടെ മരണം വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന ഒരു വിവാഹമാണെന്നും ഇനാസ് ഹനിയ പറഞ്ഞു. ഹനിയ സ്വയം തെരഞ്ഞെടുത്ത വിധിയാണിത്. അന്ത്യം വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന രക്തസാക്ഷിത്വമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എൻ്റെ ഭർത്താവും മക്കളും അഭിമാനത്തോടെയാണ് ഈ മരണത്തെ സ്വീകരിച്ചത്. ഹനിയെപ്പോലെ ദൈവവിശ്വാസിയായ മറ്റൊരാളെ കാണാനാവില്ല എന്നും ഇനാസ് ഹനിയ പറഞ്ഞു. ഹനിയയുടെ ഭൗതിക ശരീരം ഖത്തറിലെ ഏറ്റവും വലിയ പള്ളിയായ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പള്ളിയിലാണ് ഖബറടക്കിയത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ ഇറാനിലെ താമസ സ്ഥലത്താണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഗസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ 10 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് ഹനിയായിരുന്നു. ഹമാസിൻ്റെ മറ്റ് നേതാക്കൾക്കൊപ്പം വർഷങ്ങളായി ഖത്തറിലാണ് ഹനിയ താമസിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ. ചടങ്ങിന് ശേഷം താമസ സ്ഥലത്താണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മുറിയിൽ 2 മാസം മുമ്പ് സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു മരണം. ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഹനിയെ വധിച്ചത്. ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ 2 മാസം മുമ്പ് ബോംബ് ഒളിച്ചു വെച്ചിരുന്നതായി വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് US മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് ബോംബ് സ്ഫോടനമുണ്ടായത്. കോമ്പൗണ്ടിലുണ്ടായിരുന്ന മെഡിക്കൽ സംഘം ഓടിയെത്തി പരിശോധിച്ചെങ്കിലും ഹനിയ മരിച്ചിരുന്നു. ഹനിയയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഫോടനത്തിൽ മരിച്ചു. بقلوب راضية بقضاء الله وقدره. النعيم رجل تضج الأرض والسماء بطيب ذكره، رجل غني عن التعريف. أنا يا عمي وحبيبي وأبي وتاج رأسي وقرة عيني، العم أبو العبد هنية، ليلتحق بركب المجاهدين والصادقين والميامين ليلتحق بركب أبنائي وبركب هدي.